ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. വിജയപുരം പഞ്ചായത്തിൻ്റെ 16-ാം വാർഡാണ് ഈ സംഭവ സ്ഥലം. ഇവിടെ നടന്നിരിക്കുന്നത് നാടിനെ തന്നെ നടുക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്നലെ ഇത് കേൾക്കാനിടയായത്. മരണപ്പെട്ട ആ ആൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, അതുപോലെ തന്നെ കൊല നടത്തിയ അജേഷിനും 2 കുട്ടികളുണ്ട്. ഈ അജേഷ് നിരന്തരമായിട്ട് ഭാര്യയുമായി പ്രശ്നമായിരുന്നു. ഈ അജേഷിൻ്റെ ഭാര്യയുടെ അമ്മ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ വിളിക്കുകയും മെമ്പർ ഇടപെടണം, വാടക വീട്ടിൽ മാറി താമസിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ മദ്യത്തിന് അടിമയായിക്കൊണ്ട് സ്ഥിരമായിട്ട് അവൻ ആക്രമിക്കുകയാണ്, അതുകൊണ്ട് ഇടപെടണം എന്നൊക്കെ പറയുകയുണ്ടായി. ഞാൻ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. എന്തു തന്നെയായാലും നമ്മുടെ ഈ പഞ്ചായത്തിൽ ഈ വാർഡിനെ ശരിക്കും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. ആക്രമിക്കാനുള്ള മനോഭാവത്തോടു കൂടി തന്നെ കരുതി കൂട്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ധാരണ. ഞാനിപ്പം മെഡിക്കൽ കോളേജിൽ നിന്നും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തുനിന്ന് ഒരു പഞ്ചായത്തിൻ്റെ ലെറ്റർ പാഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു തരത്തിലും ഈ ഒരു നല്ല മനസ്സോടുകൂടി നോർമൽ സ്റ്റേജിലെ മനോഭാവം ഉള്ള ഒരാൾ ചെയ്യുന്ന കാര്യമല്ല. 2 പേരെയും ആക്രമിച്ചു കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഒരാൾ അതിനകത്തുനിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആൾ രാവിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. എങ്കിലും കൈക്ക് നല്ല പരിക്കും ചെസ്റ്റിനൊരു ബാൻഡേഡും ഉണ്ട്. ഈ മരിച്ച ആളുടെ കുട്ടികളെ ഓർക്കുമ്പോൾ അഗാധമായ ദുഃഖമുണ്ട്. റിജോയാണ് ഇപ്പം നിലവിൽ വീട്ടിലെത്തേക്കുന്നത്. തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കാലം മുമ്പ് ഇയാളുടെ അജീഷിന്റെ ഭാര്യ മണർകാട് പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ഉണ്ട്, ഒരാഴ്ച എന്നല്ല, പല പ്രാവശ്യം സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ടിരുന്ന സമയത്താണ് മെമ്പറായ എന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചേച്ചതിനോലെയാണ് ഇടപെടേണ്ടത്. അവന് MRFിലെ ഒരു കോൺട്രാക്ടർ കൂടെ ജോലി ചെയ്യായിരുന്നു. അപ്പം ഞാൻ ആ തരത്തിൽ ആ കോൺട്രാക്ടറെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഈ അജേഷിനോടൊന്ന് ഉപദേശിക്കണം, കുടുംബജീവിതം തകരാത്ത രീതിയിൽ ജീവിക്കാൻ പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ രഞ്ജിത്തും റിജോയും ഈ ശാന്തിഗ്രാം കോളനി തന്നെയാണോ താമസം? ഇവരെല്ലാം അവിടെ തന്നെ താമസിക്കുന്നത്. മുൻപ് രഞ്ജിത്തുമായി ഈ അജീഷിന് വേറെ വൈരാഗ്യോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, ഈ പെൺകുട്ടിയും ഈ ആള് കുമ്പളിക്കാരനാണ്. ഇയാളും ഈ പെൺകുട്ടിയുമായിട്ട് ഭാര്യയുമായുള്ള പ്രശ്നം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ തരത്തിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പല കംപ്ലൈൻറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്.